ബാലവേല ചെയ്യിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ച പത്തനംതിട്ട ഓമല്ലൂരിലെ സ്നേഹത്തണൽ വൃദ്ധസദനത്തിന് പൂട്ടുവീഴും. സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് സാമൂഹ്യനീതി വകുപ്പ് കടന്നു. സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡ് യോഗം സ്നേഹത്തണൽ വൃദ്ധസ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. ജില്ലാ സാമൂഹികനീതി വകുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നീക്കം. വൃദ്ധസദനത്തിൽ ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികൾ ശരിവച്ചായിരുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ പുറത്തുവന്ന വിവരങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് സ്ഥാപനോടമ പാസ്റ്റർ ബിനു വാഴമുട്ടം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഗൂഢമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് എന്നെ വെല്ലുവിളിച്ചു പറഞ്ഞു, ബിനു വാഴമുട്ടത്തെ ആരാധന നടത്താൻ സമ്മതിക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആതിര മാഡം എന്നോട് കൃത്യമായി പറഞ്ഞു, നിങ്ങളെ ഇവിടെ ആരാധിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് അവരുടെ ഗൂഢമായ തന്ത്രം. അതിനവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം, അത് മാക്സിമം. എലോഹിം വർഷിപ്പിൽ ആരാധനയുടെ മറവിൽ നടക്കുന്നത് മനുഷ്യപീഡനമാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആരാധനാ കേന്ദ്രത്തിന് മുന്നിൽ വിശ്വാസികളും പ്രതിഷേധക്കാരും മുഖാമുഖം വന്നതോടെ പോലീസിന് ഇടപെടേണ്ടി വന്നു. സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പറഞ്ഞു. വൃദ്ധസദനം അത് അമ്മമാർ അവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വന്ന് ഒരു 15ഉം 18ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എന്തിനാ ജോലി എന്ന് പറഞ്ഞിട്ട് അതുങ്ങളെ വൃദ്ധസദനത്തിൽ 17 വയസ്സുള്ള പിള്ളേർ എന്തിനു വന്നു? സ്ഥാപനത്തിനെതിരെ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് അറിയിച്ചു. CWC നടത്തിയ കണ്ടെത്തലിലും സ്ഥാപനത്തിൽ വീഴ്ചകളുള്ളതായി തെളിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 3 പ്രതികളെ റിമാൻഡ് ചെയ്തു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.